എല്ലാവരും ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നലത്തെ മാച്ച് കൂടി അവസാനിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാലേ നമുക്കൊരു കറക്റ്റ് പിക്ചർ കിട്ടത്തുള്ളൂ. സോ ഇപ്പോൾ പോയിന്റ് ടേബിളും അതുപോലെ തന്നെ ഫിക്സ്ചറും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകാത്തൊരു സിറ്റുവേഷനാണ്. അതായത് എങ്ങനെയൊക്കെ കളിച്ചാൽ ആരൊക്കെ എങ്ങനെയൊക്കെ കയറുമെന്ന് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാം. CCLൻ്റെ അവസാനഘട്ട ലീഗ് മാച്ചുകളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ പ്ലേ ഓഫ് പോരാട്ടങ്ങൾ നടക്കുന്നത് 6 ടീമുകൾ തമ്മിലാണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം കർണാടക ബുൾഡോസേഴ്സ് ഓൾറെഡി സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തു. ഇനി അറിയാനുള്ളത് അവർ ഏത് സ്പോട്ടിലാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രമാണ്. അതായത് നീ ക്വാളിഫയർ കളിക്കൂ, എലിമിനേറ്റർ കളിക്കൂ, അത് മാത്രമേ അറിയാനുള്ളൂ. എനിക്ക് തോന്നുന്നു അവർ ക്വാളിഫയർ തന്നെ കളിക്കാനാണ് സാധ്യത കൂടുതലെന്ന്. പിന്നെ കളിച്ച 3 മത്സരങ്ങളും പരാജയപ്പെട്ട് ഭോജ്പൂരി ദബങ്സ് CCL നിന്ന് പുറത്തായിരിക്കുകയാണ്. എങ്ങനെയാണ് അവർ പുറത്തായി എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം വളരെ ശക്തമായിട്ടുള്ളൊരു ടീമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിൽ വരെ എത്തിയ ടീമാണ്. സോ ഒരു ഞെട്ടിക്കുന്ന പുറത്താകലായി പോയി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ലീഗ് സ്റ്റേജിൽ 4 മാച്ചും അവർ വിജയിച്ചു. ഇപ്രാവശ്യം 3 മാച്ച് കളിച്ചു, 3 പരാജയമായിരുന്നു. സോ ഒരാൾ ഓൾറെഡി പ്ലേ ഓഫിൽ കയറി, മറ്റൊരാൾ ഓൾറെഡി പുറത്തായി. ഇനിയുള്ളത് 6 ടീമുകളാണ്. ചെന്നൈ റൈനോസ്, തെലുഗു വാരിയേഴ്സ്, മുംബൈ ഹീറോസ്, ബംഗാൾ ടൈഗേഴ്സ്, കേരള സ്ട്രൈക്കേഴ്സ്, പഞ്ചാബ് ദർശക്. സോ ഇതിൽ മറ്റുള്ള ടീമുകളുടെ റിസൾട്ട് നമുക്ക് വളരെയധികം പ്രാധാന്യമാണ്. പ്രത്യേകിച്ചും ബംഗാൾ ടൈഗേഴ്സ്, മുംബൈ ഹീറോസ്, അതുപോലെ തന്നെ തെലുഗു വാരിയേഴ്സ്, ഈ 3 ടീമുകളുടെ റിസൾട്ട് വളരെയധികം പ്രധാനമാണ് നമുക്ക്. ഇതിൽ ബംഗാൾ ടൈഗേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഇനി 2 മാച്ചോടെ കളിക്കാറുണ്ട്. ഒരു മാച്ച് എന്ന് പറയുന്നത് ഒന്ന് പഞ്ചാബ് ദർശകറിനെതിരെ, മറ്റൊന്ന് ഭോജ്പൂരി ദബാങ്സിനെതിരെയാണ്. ഒരു 2 മാച്ച് അവർക്ക് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 6 പോയിൻ്റ് ആവും. അവർക്ക് സുഖമായിട്ട് സെമിയിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ പ്ലേ ഓഫിലേക്ക് കിടക്കാം. പിന്നെ മുംബൈ ഹീറോസിന് ഒരു മാച്ചുണ്ട്. ആ ഒരു മാച്ച് എന്ന് പറയുന്നത് പഞ്ചാബ് ദർശകറുമായിട്ടാണ്. ആ ഒരു മാച്ച് അവർ വിജയിക്കുകയാണെങ്കിൽ അവർക്കും 6 പോയിൻ്റ് ആകും. പിന്നെ തെലുങ്കു വാരിയേഴ്സിന് കർണാടക ബുൾഡോസറുമായിട്ടൊരു മാച്ചുണ്ട്. ആ ഒരു മാച്ച് തെലുങ്കു വിജയിക്കുകയാണെങ്കിൽ അവർക്കും 6 പോയിൻ്റ് ആകും. സോ ഇങ്ങനെയാണ് കാര്യം പോകുന്നതെങ്കിൽ, അതായത് ഈ ഒരു മാച്ച് ഞാൻ പറഞ്ഞ ടീമുകളെല്ലാം വിജയിക്കുകയാണെങ്കിൽ കേരള സ്ട്രൈക്കേഴ്സ് ചെന്നൈ റൈനോസ് മാച്ച് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കേരള സ്ട്രൈക്കേഴ്സ് ഓൾറെഡി പുറത്തായി കഴിഞ്ഞു. കാരണം കേരള സ്ട്രൈക്കേഴ്സിന് 6 പോയിന്റുകളിലേക്ക് എത്താൻ സാധിക്കില്ല. ഞാൻ മുമ്പേ പറഞ്ഞ മാച്ചിനെല്ലാം ഒരു ഓപ്പോസിറ്റ് റിസൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും വലിയ സാധ്യതകളാണുള്ളത്. അതായത് പഞ്ചാബ് ദർശകർസ് കുറഞ്ഞ റൺ റേറ്റിൽ വിജയിക്കുക, അതുപോലെ ഭോജ്പൂരി ഒരു മാച്ചോടെ ഉള്ളൂ. ആ ഒരു മാച്ച് ഒരു വിജയിച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേരള സ്ട്രൈക്കേഴ്സ്. സോ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗുണം തന്നെയാണ്. ശരിക്കും നമ്മുടെ പ്ലേ ഓഫ് ഭാവി ഇരിക്കുന്നത് പഞ്ചാബ് ദർശകരുടെ കയ്യിലാണ്. അതായത് അവർ ആ 2 മാച്ച് വിജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആശ്വാസമാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ടീമുകൾ മുംബൈ ഹീറോസ്, ബംഗാൾ ടൈഗേഴ്സ്, അതുപോലെ തന്നെ തെലുങ്കു വാരിയേഴ്സ്, ഇവർ 6 പോയിന്റുകളിലേക്ക് പോകാതിരിക്കുക. അങ്ങനെ പോയില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഫൈനൽ മാച്ചാണ്, അത് ചെന്നൈ റൈനോസ് വേഴ്സസ് കേരള സ്ട്രൈക്കേഴ്സ് മാച്ചാണ്, എന്തെങ്കിലും ഒരു ഇതുണ്ടാകുകയുള്ളൂ. അതായത് കുറച്ച് റൺ റേറ്റ് ഏതെങ്കിലും ടീമിന് കൂടിയാൽ പോലും പ്രശ്നമില്ല. കാരണം ആ ഒരു റൺ റേറ്റിൻ്റെ ഇതില്ലെങ്കിൽ നമുക്ക് ഒരു മത്സരം കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മത്സരം കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ആ ഒരു മാച്ച് കൊണ്ട് ആ ഗുണം ഉണ്ടാകാൻ പോകുന്ന ചെന്നൈ റൈനോസിനാണ്. കാരണം അവർക്ക് ഒരു 6 പോയിന്റിലേക്ക് പോകാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു മാച്ച് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ആ ഒരു മാച്ച് വിജയിച്ചാൽ ചിലപ്പോൾ 6 പോയിന്റിൽ നിൽക്കുന്ന ആ ഒരു 3 ടീമുകളിലെ ഏതെങ്കിലും റൺ റേറ്റിൽ പിന്നിലേക്ക് അവർക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കും. സോ ചെന്നൈ റൈനോസിന് ഏതൊക്കെ രീതിയിൽ നോക്കിയാലും ആ ഒരു മാച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് മറ്റു ടീമുകളുടെ റിസൾട്ട് വലുതായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് മറ്റു ടീമുകളുടെ റിസൾട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ടീമുകൾ 6 പോയിന്റിലേക്ക്, അതായത് ഒരു വട്ടം കൂടെ പറയുകയാണ്, 6 പോയിന്റിലേക്ക് പോകാതിരിക്കണം. പിന്നെ ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ അവസാനത്തെ ഒറ്റ കാര്യം ചെന്നൈ മാച്ച്. ആ ഒരു മാച്ച് നമ്മൾ വലിയ റൺ റേറ്റിൽ തന്നെ വിജയിക്കുക. അതായത് ഒരു 30-40 റൺസിനൊക്കെ വിജയിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും. സോ ഒരു പക്ഷേ ഇന്നലത്തെ മാച്ച്, അത് കർണാടക ചെന്നൈ, ഇന്നലത്തെ അല്ല 2 ദിവസം മുമ്പ് നടന്ന കർണാടക ചെന്നൈ മാച്ച്, ആ ഒരു മാച്ചിൽ ചെന്നൈ ഒരു 100 റണ്ണിനൊക്കെ തോറ്റിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം അത്രയൊക്കെ റൺ റേറ്റിൽ അവർ തോറ്റ് കഴിഞ്ഞാൽ അവർ റൺ റേറ്റ് അത്രയും കുറയുകയാണ്, ഒരു മൈനസിലേക്ക് അവർ റൺ റേറ്റ് എത്തിയാണ്. പക്ഷേ അവർ ഏതാണ്ട് 67 റൺസിനാണ് ആ ഒരു മാച്ച് പരാജയപ്പെട്ടത്. സത്യം പറഞ്ഞാൽ കർണാടക കുറച്ചുകൂടെ നല്ല രീതിയിൽ ബോൾ ചെയ്തിരുന്നെങ്കിൽ ഒരു 100 അല്ലെങ്കിൽ 110-120 റൺസിനൊക്കെ ആ ഒരു മാച്ച് കർണാടകയ്ക്ക് ജയിക്കാമായിരുന്നു. ബട്ട് അങ്ങനത്തെ ഒരു ബോളിംഗ് ആയിപ്പോയി അവർ ആ ഒരു സമയത്ത് എറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ റൺ റേറ്റ് സ്റ്റിൽ പ്ലസ്സിൽ തന്നെ നിൽക്കുകയാണ്. ഒരു 100 ആയിരുന്നെങ്കിൽ ഇപ്പോൾ മൈനസ് പോയനെ, ഇപ്പോൾ കേരള സ്ട്രൈക്കേഴ്സിനെക്കാട്ടി റൺ റേറ്റ് കുറഞ്ഞു പോയനെ. സോ അത് സംഭവിച്ചില്ല. ഞാൻ ആ ഒരു മാച്ച് കാണുകയായിരുന്നു. കാരണം റൺ പോകുന്ന കാണുമ്പോൾ നമുക്കാണ് ഒരു വിഷമം വരുന്നത്. അതായത് കർണാടകയ്ക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല, നമുക്കാണ് വിഷമം. കാരണം അതായത് എങ്ങനെ പോയാലും ജയിക്കുമെന്ന് അവർക്കറിയാം. ബട്ട് ഈ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ നമുക്കാണ് ചെന്നൈ ആ ഒരു സമയത്ത് റൺ എടുത്തത്. അതായത് അജയ് എന്ന് പറയുന്ന അവരുടെ ഒരു ബാറ്റ്സ്മാനും പിന്നെ അത് കഴിഞ്ഞ് വന്ന് പുറകിലോട്ട് കുറേയധികം ബൗണ്ടറി പോയത് നമ്മുടെ നെഞ്ചെടുപ്പാണ് കൂട്ടിയത്. സോ ആ ഒരു സമയത്ത് അവർ അത്രയും റൺ, അതായത് 134 റൺ സെക്കൻഡ് ഇന്നിങ്സ് എടുത്തു. അതൊരു 100 റണ്ണൊക്കെ അവർ എടുത്തുള്ളായിരുന്നെങ്കിൽ, ഒരു 101 റൺസിനൊക്കെ അവർ പരാജയപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് നല്ല സാധ്യതയായിരുന്നു. അതായത് ജസ്റ്റ് ആ ഒരു ചെന്നൈയുമായിട്ട് വിജയിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ ഇപ്പോഴും അവർക്ക് ആ ഒരു പ്ലസ് റൺ റേറ്റാണ് ചെന്നൈക്ക്. സോ നമ്മൾ ചെന്നൈക്കെതിരെ നല്ല രീതിയിൽ തന്നെ വിജയിക്കേണ്ടതായിട്ടുണ്ട്. സോ എനിക്ക് ആ ഒരു നെറ്റ് റൺ റേറ്റിൻ്റെ കാര്യം കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതായത് എത്ര റൺ റേറ്റ് അല്ലെങ്കിൽ എത്ര ഓവർ വിജയിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.